തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഹലോ, മാലിന്യാണ്. മനസ്സിലായി. എന്റെ ബർത്ത്ഡേ ആണ്, അതിന് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനാണോ ഇത്തവണ ഗസ്റ്റ്? അതെ, ഉറപ്പായിട്ടും വരണം. വരും. ഞാൻ പ്രതീക്ഷിക്കും. വരുമെന്ന് പറഞ്ഞാ വരും. താങ്ക് യു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ക്യാൻറ്റീനിൽ പോയിരുന്ന് സ്ഥിരം ചായ കുടിക്കാറുണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? എല്ലാ പ്രാവശ്യവും ബില്ല് കൊടുക്കാൻ അടി നടക്കും. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? എൻ്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ടിന് പേരില്ലേ? പേരുണ്ട്, അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ? പേര് പറഞ്ഞാൽ നീ അറിയില്ല. എന്നാലും പറയാലോ. അറിഞ്ഞിട്ട് എന്തിനാ ഇപ്പോ? അപ്പൊ എന്തോ കള്ളത്തരമുണ്ട്, അതുകൊണ്ടാ എന്നെ കണ്ടപ്പോ ഫോൺ കട്ട് ചെയ്തത്. കള്ളത്തരം? അതെ, ഏതോ കോളേജ് മേറ്റാ വിളിച്ചത്. അതാ ക്യാൻറ്റീനിന്റെ കാര്യം പറഞ്ഞതും ചായ കുടിയുടെ കാര്യമൊക്കെ സംസാരിച്ചതും. ഓ, നീ എല്ലാം കേട്ടല്ലേ? എന്നോടിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ആരാ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? ഒന്ന് നിർത്താമോ? രാവിലെ തന്നെ തുടങ്ങിക്കോളും. ഈ ഇടയായിട്ട് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഭരണമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ഭർത്താവാ, അല്ലാതെ ആരുടെ അടിമയൊന്നുമല്ല. എന്തായിരുന്നു രാവിലെ തന്നെ ഒരു വഴക്ക്? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? വെറുതെ ആരുടെയും വഴക്കൊന്നും കേട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ല. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് നിരഞ്ജനോട്. നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറയാം. ഏയ്, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കില് മറ്റുള്ളവർ ഇടപെടുന്നത് ശരിയല്ല ഏട്ടാ. എന്റെ മുന്നിൽ വെച്ച് എന്റെ മകളെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിരിക്കണമെന്നാണ് നീ പറയുന്നത്? എന്നല്ല, നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ മാത്രം പോരെ ചോദ്യം ചെയ്യലും ഇടപെടലും. ആ മതിയെങ്കിൽ മതി, എനിക്കെന്താ പ്രശ്നം? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അഴിച്ചുവിട്ടാനുള്ള കുഴപ്പം? കുറെ കഴിയുമ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റാതെ വരും. അത് മനസ്സിലാകുമ്പോഴേക്കും വൈകിട്ടുണ്ടാവും. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്നാ ഡാഡി? അദ്ദേഹത്തിന് ഒരു കോള് വന്നു, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു. അതിത്ര ആനക്കാര്യമൊന്നും അല്ലല്ലോ. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തോളാം ഡാഡി. ഈ ആത്മവിശ്വാസം എപ്പോഴും എല്ലാ കാര്യത്തിലും കാണിക്കണം. ഇനിയിപ്പൊ നിരഞ്ജൻ അങ്ങനെ പെരുമാറിയ തന്നെ അതിലെന്താ തെറ്റ്? എല്ലാരും അവനെ ഭരിക്കല്ലേ. ഏട്ടന്റെ ഭരണമാണെങ്കിൽ സഹിക്കാനേ പറ്റില്ല. ഒരാണും ഇതൊന്നും വകവെച്ച് തരില്ല. അവനവന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നു. അതെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴേ നമ്മുടെ ഭാഗവും കൂടി ഒന്ന് നോക്കണം ഏട്ടാ. കുറ്റവും കുറവും നമ്മുടെ ഭാഗത്തും ഉണ്ട്. അത് അവൻ ചോദിച്ചാ ഉത്തരം മുട്ടിപ്പോവും, ഡാഡിക്ക് മോക്കും. നിനക്ക് മനസ്സിലായില്ലേ അവളെന്താ ഉദ്ദേശിച്ചതെന്ന്? അവളുടെ മോനായി കുടുംബം തകർത്ത്, എന്നിട്ട് കുറ്റം മുഴുവൻ നമുക്കും. ഇങ്ങനെയാണ് ലോകം. വേട്ടക്കാരനെ പോലെയാണ് എല്ലാവരും. അവർക്ക് ഇരയെ തേടി പിടിക്കണം, എന്നിട്ട് ആഘോഷിക്കണം. അത് നീ മറന്നു പോകരുത്. നമ്മൾ ഒരിക്കലും ഇരകളായി മാറാതിരിക്കണം. അതിനുള്ള ബുദ്ധി എപ്പോഴും കാണിക്കണം.